നിങ്ങൾ പണം കായ്ക്കുന്ന മരം കണ്ടിട്ടുണ്ടോ? ഇതാണ് സംഭവം. അങ്ങനെ ഏകദേശം ഒരു 3 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത്. 3 ഏക്കർ, അതും 3 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ്. വേറൊരു കാര്യമുണ്ട്, ഇവിടെ റബ്ബർ മാത്രമല്ലേ, വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതും അങ്ങനെ അടയ്ക്ക, കുരുമുളക്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ കണ്ട റബ്ബർ കണ്ട, ഇഷ്ടം പോലെ, ഏകദേശം ഒരു 500 മൂട് റബ്ബറുണ്ട്. 500 മൂട്, അത്രയ്ക്ക് വമ്പൻ ഒരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. മിക്കവരുടെ ഒരു ആഗ്രഹമാണ് ഒരു റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ വേണമെന്നുള്ളത്. ചിലവരുടെ അറിയായിരിക്കുമല്ലോ, അത്യാവശ്യം നല്ല പാർട്ടികളുടെ എല്ലാവരുടെയും റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, മിക്കവർക്കും ഉണ്ട്, ഒരുപാട് ഏരിയസിലുണ്ട് റബ്ബർ എസ്റ്റേറ്റ്. അതേപോലെ ഒരു വമ്പൻ റബ്ബർ എസ്റ്റേറ്റ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവർക്ക് വൻ ലാഭമാണ് ഇതിൽ കിട്ടുന്നത്. ബാക്കി റബ്ബർ എസ്റ്റേറ്റ് പോലെ അല്ല, ഇതിലൊരു വ്യത്യാസമുണ്ട്, ഒരു വലിയ വ്യത്യാസം. ഇതുകൊണ്ടാ നിരപ്പായ റബ്ബർ എസ്റ്റേറ്റ്. ബാക്കി കുന്ന് അങ്ങനെ സംഭവമൊന്നുമല്ല, കുന്നൊന്നുമല്ല. കണ്ടോ, ഫുള്ള് നിരപ്പ്, പക്ക സ്ക്വയർ. കണ്ടോ മൊത്തം സ്ക്വയർ, വലിയ റബ്ബർ എസ്റ്റേറ്റ്. കണ്ടോ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർക്ക് ഇവർ ഈ റബ്ബർ എസ്റ്റേറ്റിലുണ്ടല്ലോ, അതാണ് ഷെഡ്, നമ്മുടെ ഷെഡിൽ ഏകദേശം ഒരു 2 എണ്ണം ഉണ്ട്. റബ്ബർ അടിക്കുന്നതിൻ്റെ മെഷീൻ 2 എണ്ണം അവിടെ ഉണ്ട്. ഏകദേശം ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം, നല്ല റവന്യൂ ആണ് കിട്ടുന്നത്. ഒരു ദിവസം 82 ഷീറ്റ് കിട്ടും. ഒരു ദിവസം 82 ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ദിവസം എങ്ങനെ പോയാലും 10,000 രൂപ ലാഭമാണ്. 10,000 രൂപ ലാഭം എന്ന് വെച്ചാൽ ഞാൻ വേറൊരു കാര്യമുണ്ട്, ഇവർക്കൊക്കെ കൊടുക്കണല്ലോ എക്സ്പെൻസ്, അതും കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ലക്ഷം ലാഭം മാത്രമായിട്ട്, നെറ്റ് പ്രോഫിറ്റ് ആയിട്ടാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഓണർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമാണത്, നെറ്റ് പ്രോഫിറ്റാണ് അവർക്ക് കിട്ടുന്നത്. ഇത് കഴിഞ്ഞിട്ട് കിട്ടണതാണ് ഈ നെറ്റ് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ റബ്ബർ എസ്റ്റേറ്റ് പക്ക സൂപ്പറാണേ. സൂപ്പർ എന്ന് വെച്ചാൽ കിടില റബ്ബർ എസ്റ്റേറ്റാണ്, അത്രയ്ക്ക് സൂപ്പർ. ഇത് വരാനുള്ള വഴിയെന്ന് വെച്ചാൽ, നമ്മൾ ഈ റബ്ബർ എസ്റ്റേറ്റ് വരണമെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ പാലോടിലാണ്. പാലോടിൽ നിന്ന് അടുത്താണ്. അതിൻ്റെ ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ലൊക്കേഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഇതിൽ വേറെ കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല. നടന്നിട്ട് എത്തുന്നില്ല, അത്രയ്ക്കുണ്ട് ഈ റബ്ബർ എസ്റ്റേറ്റ്. കാണിച്ചു വിട്, വീഡിയോയിൽ കാണിച്ചു വിട്. അത്രയ്ക്കും വലുതാണ്, കാരണം 3 ഏക്കർ സംതിങ് ഉണ്ട്. വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാം പെർസെൻറ്റ്? വെറും 45,000 രൂപ. അതുകൊണ്ട് ആർക്ക് വേണം ഇത് സുഖമായിട്ട് വാങ്ങാം. അതും ഒരു പൊളി റബ്ബർ എസ്റ്റേറ്റ്. ഇതിൻ്റെ വഴിയും കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. വഴിയൊക്കെ സ്വിഫ്റ്റ് വഴിയാണ്. 45,000 രൂപയുള്ളൂ പെർസെൻറ്റിന്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. പെർസെൻറ്റിന് വെറും 45,000 രൂപ. കണ്ട, ഇവിടെയും വഴി, ഇത് നമ്മുടെ തന്നെ, ഇനി അങ്ങോട്ടും നമ്മുടെ തന്നെ ഫുൾ എസ്റ്റേറ്റ്. കണ്ട, ഇവിടെ അവിടം തൊട്ട് ഈ എൻഡ് കണ്ട, ഇവിടെയും വഴിയുണ്ട്, ഈ എൻഡിലും വഴിയുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ കയറി പോവാം. അതിൻ്റെ പ്രൈമറി, നമ്മുടെ ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ പ്രൈമറി വഴി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വഴി, വലിയ വഴിയാണ്. നേരെ അവിടെ നിന്ന് നേരെ നിങ്ങൾക്ക് അവിടെ അതുവരെ കോൺക്രീറ്റ് റോഡാണ്. കോൺക്രീറ്റ്, അതിൻ്റെ ബാക്കിൽ ടാർ റോഡും. ഞാൻ റോഡും വഴിയെല്ലാം ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് നേരെ ഇതാണ് നമ്മുടെ വഴി വരണത്. ഇങ്ങോട്ടൊരു വഴി, ഇവിടെ നിന്ന് നേരെ ഇതും വഴി. റബ്ബർ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കമുകാണ്. കണ്ടോ, കമുക്, ഇഷ്ടം പോലെ കമുക്. പിന്നെ കുരുമുളകും ഉണ്ട്. കണ്ട, കുരുമുളക് കാണിച്ചിട്. ഈ സൈഡ് മൊത്തം റബ്ബറും കുരുമുളക് കമുക്, കമുക്, അങ്ങനെ ഫുള്ള് ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ പോയാലും ഒരു മാസം അവർക്ക് കിട്ടുന്ന റവന്യൂ നെറ്റ് പ്രോഫിറ്റാണ് 2 ലക്ഷം. അല്ലാതെ എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുകയാണ്, പക്ഷേ എക്സ്പെൻസ് ആയിട്ട് പോകും. ബാക്കി ഇവിടെ വർക്കിൽ നിൽക്കുന്ന ജോലിക്കാർക്കൊക്കെ എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കിട്ടണതാണ് നെറ്റ് പ്രോഫിറ്റ് 2 ലക്ഷം. ആലോചിച്ചു, ചുമ്മാ 2 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. ഇതെന്ന് വെച്ചാൽ പണം കായ്ക്കണ മരം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പണം കായ്ക്കണ മരം തന്നെ. ബാങ്കിൽ FD ഇടുന്നതിനെക്കാട്ടും ലാഭം ഇത്. ആകെ ഒരു 1 ഇയർ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷം തോറും ആയുഷ്കാലം മൊത്തം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. മാസം തോറും 2 ലക്ഷം ചറവറ ഇങ്ങനെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു ജോലിക്കും പോകേണ്ട ഒന്നുമില്ല. ആ ഒരു 1 ഇയർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത്രയ്ക്ക് അടിപൊളി എസ്റ്റേറ്റ്. കമുക്. നിങ്ങൾക്ക് ഇവിടെ റബ്ബറിൻ്റെ ഇടയിൽ റബ്ബർ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും നടാൻ പറ്റും. പക്ഷേ ഇവരിപ്പോൾ റബ്ബറാണ് ഇപ്പോൾ നട്ടിരിക്കുന്നത്. റബ്ബറിൽ നിന്നാണ് ഇവർക്ക് ലാഭം കിട്ടണം, നല്ല ലാഭമുണ്ട് ഇവർക്ക്. പക്ഷേ ഇത് വിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നോക്കി നടത്താനും ബാക്കി കാര്യങ്ങൾക്ക് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ള ആയതുകൊണ്ടാണ് ഇവർ പിന്നെ വിൽക്കുന്നത്. അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, വേറെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇതുപോലത്തെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ഒന്നും ആരും വിൽക്കില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ആര് വിൽക്കാം? കുരുമുളക് എല്ലാം ഉണ്ട്, കിടില റബ്ബർ എസ്റ്റേറ്റ്. ഇതൊന്നും ആരും വിൽക്കാത്ത സാധനമാണ്. അതുകൊണ്ട് ജാക്ക് പോട്ടായിട്ടാണ് ഈ ഒരു വസ്തു ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ദൂരെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം 50 കിലോമീറ്റർ താണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്യാൻ വന്നത്. കാരണം അത്രയ്ക്ക് കിടിലം പ്ലോട്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരെ വന്നത്. അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് എടുത്ത് സെറ്റ് ചെയ്യണത്. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ പേജിലായിരിക്കും
ഇതേപോലത്തെ വലിയ വലിയ പ്രോപ്പർട്ടീസ് മുതൽ എസ്റ്റേറ്റ് മുതൽ ചെറിയ വീടുകളെല്ലാം നമ്മുടെ പേജിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. അതുകൊണ്ട് എന്തായാലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ, മറക്കല്ല് പേജ് ഫോളോ ചെയ്യണം. ഇനിയും വരണുണ്ട്, ഇനിയും ഒരുപാട് ഡീൽസ് വരും. കണ്ട ഇത് തീരണേ ഇല്ല, മൊത്തം ഒരു വലിയ എസ്റ്റേറ്റ് ഉണ്ടേ, ഒന്നും പറയില്ല, കിടില്ല, ഫുള്ള് കുരുമുളക്. കണ്ട സെറ്റല്ലേ ഇത്? കണ്ട നമ്മുടെ ഈ ഒരു എസ്റ്റേറ്റ്, അതിൻ്റെ തൊട്ടടുത്തൂടെയാണ് ഇതാ ഈ ഒരു അരുവി ഒഴുകണം കേട്ടോ. നല്ല ക്ലിയർ വെള്ളം കേട്ടോ, വെള്ളം കണ്ട നൈസ് വെള്ളം. പിന്നെ അതേപോലെ നല്ല ഏരിയ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ്, നല്ലൊരു പ്രകൃതി സൗന്ദര്യമായ ഒരു നൈസ് ഏരിയ. നിങ്ങൾക്ക് അറിയാമല്ലോ, പാലോടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. പാലോട് ഈ ഒരു പ്രോപ്പർട്ടി സൈറ്റ് വിസിറ്റ് ചെയ്യണമെങ്കിൽ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഇതിൽ വീഡിയോയിൽ തന്നെ അറ്റാച്ച് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മീഷന് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു പ്രൈസിൽ നിന്ന് എന്തായാലും ചെറിയ ചെറിയ വേരിയേഷൻസ് എന്തായാലും വരും. എന്തായാലും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ തരുവത്തുള്ളൂ. ആ പ്രോപ്പർട്ടി മൊത്തം കാണിച്ചു വിടും. വേറെയും ഫുള്ള് അവിടെ എല്ലാം റബ്ബറാണ്. ഇതൊക്കെ വേറെ ആൾക്കാരുടെ റബ്ബറാണ്. മൊത്തം റബ്ബറിൻ്റെ ഒരു മേളം തന്നെ. ഇവിടെ മൊത്തം റബ്ബറുള്ള ഒരു ഏരിയയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 ഏക്കർ ഫുള്ള് റബ്ബറായിരിക്കും. അതിൽ ഈ ഒരു 3 ഏക്കറാണ് നമ്മുടെ റബ്ബർ എസ്റ്റേറ്റ്. ഇതെത്രയാണ് ഫുള്ള് റബ്ബർ. ഇപ്പോൾ ആൾറെഡി ഇതാ അവിടെയാണ് റബ്ബർ ഷീറ്റ് അടിക്കണത്. അവിടെ 2 റബ്ബർ അടിക്കുന്ന മെഷീനുണ്ട്, അവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെയാണ് റബ്ബർ അടിക്കണത്, 2 റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീൻ. പിന്നെ മാസ റവന്യൂ ഞാൻ പറഞ്ഞല്ലോ 2 ലക്ഷം. ഞാൻ ഇത് കള്ളമൊന്നുമല്ല പറയണത്, 2 ലക്ഷമല്ല. നിങ്ങൾക്ക് ഇവിടെ ഓണറിൻ്റെ തന്നെ നിങ്ങൾ ചോദിച്ചോ, അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും അവർ തന്നെ അയച്ചു തന്നോളും. നിങ്ങളത് നോക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയണത് ഇപ്പോൾ വിശ്വസിക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓണർ തന്നെ ഡയറക്റ്റ് വിളിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ഓണർ തന്നെ ഡയറക്റ്റ് ബന്ധപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണർ തന്നെ കോൺടാക്ട് ചെയ്ത് ഒരു കമ്മീഷൻ, ഞാൻ പറഞ്ഞില്ലേ ഒരു കമ്മീഷൻ ഒന്നുമില്ല, ഈ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഓണറിനെ തന്നെ കോൺടാക്ട് ചെയ്ത് നല്ല രീതിക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ടേ അങ്ങ് നിങ്ങളെ റബ്ബർ എസ്റ്റേറ്റ് ആക്കി എടുക്കാം. വർഷം തോറും ഇങ്ങനെ ഓരോ മാസം തോറും 2 ലക്ഷം രൂപ പ്യുവർ പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റാണ് പറയുന്നത്, നെറ്റ് പ്രോഫിറ്റ്. ബാക്കി എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിടിലായിട്ട് കിട്ടും ഈ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന്. ഈ ഒരു സൂപ്പർ റബ്ബർ എസ്റ്റേറ്റാണ്. അതുപോലെ റബ്ബർ എസ്റ്റേറ്റ് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുത്തോ. റബ്ബർ എസ്റ്റേറ്റ് ആഗ്രഹമുള്ള ഒരുപാട് പേര് കാണുമല്ലോ. നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഇപ്പോൾ അങ്ങ് അയച്ചു കൊടുത്തിട്ട് ഇപ്പം പറഞ്ഞോ ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. കാരണം ബാങ്കിൽ FD ഇടുന്നതിനെക്കാട്ടും നല്ല ലാഭമായിരിക്കും ഇത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണ എപ്പോഴും എന്ത് ഇതിൽ എങ്ങനെ നോക്കിയാലും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. അതുകൊണ്ട് മിസ്സാക്കില്ല.